എങ്ങനെയുണ്ട് എന്റെ ഇമാജിനേഷൻ? ഇമാജിനേഷനോ? ആ, ഒരു ഹൊറർ മൂഡ് കൂടെ കിട്ടിയില്ല തനിക്ക്? സാറൊന്ന് പോയേ, എനിക്ക് ഓർമ്മയില്ലാത്തോണ്ടല്ലേ. നമ്മുടെ പ്രണയ സാഫല്യ സമയങ്ങൾ ഹൊറർ മൂഡാക്കാതെ തന്നെ ഇങ്ങോട്ടിരുന്ന്. ഇനി ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഉറക്കത്തിൽ എപ്പോഴോ ഉണർന്ന താൻ ഉറങ്ങിക്കിടക്കുന്ന എന്നെ കണ്ടപ്പോ പാവം തോന്നിക്കാണും. എന്തിന്? അതായത് ഈ ശാന്തി മുഹൂർത്തമാവാതെ എനിക്കൊരു ഉമ്മ പോലും തരാത്തതിൽ വിഷമിച്ചു. ആ ഒരു മൂഡിൽ താൻ പോലും അറിയാതെ സ്വപ്നാടനത്തിൽ എന്ന പോലെ എണീറ്റ് നടന്നിവിടെ വന്നിരുന്ന് എനിക്ക് രഹസ്യമായിട്ടൊരു ഉമ്മയും തന്നിട്ട് അറിയാതെ ഉറങ്ങിപ്പോയതാവും. അയ്യടാ, പിന്നെ സ്വപ്നാടനം പോലും നടന്നത് തന്നെ. അതേടോ, ഞാനിപ്പോ പറഞ്ഞതാണ് സത്യം. താൻ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ആ, വിശ്വസിച്ചു പോരെ. അങ്ങനെയെങ്കിൽ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്തിനാ മോളെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ രഹസ്യമായിട്ട് ഉമ്മ തരുന്നത്? ദാ ഇപ്പൊ തന്നൂടെ? ചുറ്റി വളഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നി ഫിനിഷിംഗ് പോയിന്റ് ഇത് തന്നെ ആയിരിക്കുന്നു. എന്റെ പൊന്ന് സാറേ, ഒരു കോളനിയിൽ ജനിച്ചു വളർന്നതുകൊണ്ടാവും ഇങ്ങനത്തെ നമ്പറൊക്കെ കേട്ടാലേ എനിക്ക് അപ്പൊ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ എണീറ്റ് ഫ്രഷ് ആവാൻ നോക്ക്. എങ്കിലേ ചൂടോടെ ഒരു ഉമ്മ കിട്ടിയാൽ ഞാൻ അപ്പ ഫ്രഷ് ആവും. ഇവിടെ വന്നു കയറിയപ്പോ മുതല് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാ ഇത്. ശാന്തി മുഹൂർത്തം ആവാതെ ആ വാക്ക് ഈ വീട്ടില് കേട്ടുപോരുത്. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? എന്നോട് ചൂടോട് ചോദിച്ചത് കിട്ടിയില്ലെങ്കിലും താഴെ പോയി സുകന്യോട് ചൂടോടൊരു ചായ ചോദിച്ചാ അത് കിട്ടും. വേഗം എണീറ്റ് താഴേക്ക് ചെല്ല്, അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. കമാ. അയ്യോ ചേട്ടായി, അത് തന്നെയാ ഞാൻ അമ്മയോട് പറഞ്ഞോണ്ടിരുന്നത്. ഇത് കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഐ എം ഓക്കെ, പെർഫെക്റ്റ്ലി ഓക്കെ. എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ ചേട്ടായി, ഈ കാര്യം രേഖയോട് പറയല്ലേ. എന്റെ ഈ ജോഗിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, അതുകൊണ്ടാ. സർ, സർ, രാവിലെ മുതൽ ഈ വീടിന്റെ പരിസരത്ത് ഒരു കാർ കിടക്കുന്നുണ്ടായിരുന്നോ? കണ്ടിട്ട് വേറെ സംശയമൊന്നും തോന്നാത്തതുകൊണ്ട് ഞങ്ങളത് കാര്യമാക്കില്ല. പക്ഷെ രഘു സാർ ജോഗിങ്ങിന് പോയപ്പോ ആ കാർ സാറിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഒരു ചാര നിറത്തിലുള്ള ഇന്നോവ കാറായിരുന്നു അത്. ആ ചേട്ടായി, അതേ നിറത്തിലുള്ള വണ്ടി തന്നെയാ എന്റെ നേരം വന്നത്. നീ ആ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചോ? ഇല്ല ചേട്ടായി, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ എനിക്ക് നമ്പർ നോട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അപ്പൊ ഞാൻ അത്ര കാര്യമാക്കിയതുമില്ല. രഘു, നീ പോയി ഫ്രഷ് ആയിക്കോ. ടി എടുക്കാൻ മറക്കണ്ട. ശരി ചേട്ടായി. നമ്മുടെ വീടിന്റെ പരിസരത്ത് നിങ്ങൾ കണ്ടുവെന്ന് പറയുന്ന ആ കാറിന്റെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തിരുന്നു? യെസ് സർ. ഡൽഹി രജിസ്ട്രേഷൻ ആയിരുന്നു. നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വാ. ഓക്കെ സർ. രവി, നിങ്ങൾ പുറത്തേക്ക് പൊയ്ക്കോളൂ. എന്താ അമ്മേ, വിഷമിക്കേണ്ട. നമ്മൾ ഭയക്കുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അമ്മ സമാധാനമായിട്ടിരിക്കും. എന്നെ സമാധാനിപ്പിക്കാനായിട്ട് നീ ഓരോന്ന് പറയണ്ട രവി. ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ഇതുവരെ നടക്കാത്ത സംഭവങ്ങൾ നമ്മുടെ ഈ വീട്ടിൽ നടക്കുന്നതിന്റെ പിന്നിൽ ആരാണെന്നും എനിക്കറിയാം. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ആരുടെ പിന്നിൽ നിന്നാ? അങ്ങനൊന്നുമില്ല. ഉണ്ട് രവി.
അനിയനോ ഭാര്യയോ ആണെങ്കിൽ നിന്റെ ഭാര്യ ശ്രീലക്ഷ്മി തന്നെയാണെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല രവി. ഞാനും എന്റെ ആളുകളും എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷേ അവൻ ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാ ഞാൻ വീട് മാറുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോഴത്തെ നിന്റെ ഒരു തീരുമാനം വളരെ നല്ലതാണ്. നിന്നെ വിശ്വസിച്ചതുകൊണ്ട് മാത്രം വേറൊരാളുടെയും ജീവൻ പോകാൻ ഇടയാവരുത് രവി. ഇന്നത്തെ നിന്റെ തീരുമാനം നാളെ നിനക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ബലമായി മാറുകയുള്ളൂ. ഇനി നീ എന്ത് തീരുമാനിച്ചാലും രാജാറാം എന്ന സെക്യൂരിറ്റി ഓഫീസർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്കെന്റെ ബോസിന്റെ ജീവനാണ് വലുത്. അതിലൊരു കോംപ്രമൈസ് ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബെറ്റർ യു മേക്ക് എ ഗുഡ് ഡിസിഷൻ, ബട്ട് ഇറ്റ് ഷുഡ് ബി റൈറ്റ്. രാജാ, ടേക്ക് യുവർ ഓൺ ടൈം. രഘു സാറ് പറഞ്ഞ പോലെ രേഖ മാഡത്തിന് ഫീവറോ മറ്റു കുഴപ്പങ്ങളോ ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ സംഭവിക്കാൻ മാത്രം എന്തു പറ്റി ഡോക്ടർ? 2 ദിവസം മുൻപ് രാത്രി രേഖ മാഡം എന്തോ കണ്ട് പേടിച്ചു എന്നല്ലേ പറഞ്ഞത്? ആ, അതിനെ കുറിച്ചുള്ള ചിന്തകൾ കാരണമുള്ള ചെറിയ സ്ട്രെസ്, അത്രേ ഉള്ളൂ. നത്തിങ് മച്ച് ടു വറി ഓൺ ദിസ്. പക്ഷെ ഡോക്ടർ, രാവിലെ രേഖ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തോ കണ്ട് പേടിച്ചതുപോലെയായിരുന്നു ഭാവമൊക്കെ. ആരെയും അടുത്തേക്ക് അടുപ്പിച്ചില്ല, ഈ എന്നെ പോലും. ശ്രീലക്ഷ്മി എങ്ങനൊരു ഡൗട്ട് പറഞ്ഞത്. രേഖ മാഡം എന്തു പറ്റി? കണ്ടില്ല ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ രേഖയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് തുറന്നു പറ രേഖ. ഇപ്പൊ ഞാൻ നടന്നതൊക്കെ തുറന്നു പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എല്ലാം പറഞ്ഞിട്ട് ആ ശ്രീലക്ഷ്മിയുടെ മുന്നിൽ പോയി നിൽക്കാനും എനിക്ക് പേടിയാ. വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. ഒരവസരം ഉണ്ടാവുമ്പോ എല്ലാവരുടെ മുമ്പ് വെച്ച് തന്നെ ഞാൻ നടന്നതെല്ലാം തുറന്നു പറയും. രേഖ, എന്താ രേഖ ഇത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറോട് തുറന്നു പറയും. രഘു സാർ, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ പറയാനും മാത്രം രേഖ മാഡത്തിന് ഒരു കുഴപ്പമില്ല അല്ലേ മാഡം? ആ ഷോക്കിൽ നിന്നുണ്ടായ പ്രശ്നമാണിത്. നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ എല്ലാം ശരിയാവും. ദാ 3 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. പുറത്തുനിന്ന് വാങ്ങണം. വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ എന്നെ വിളിച്ചാൽ മതി. ശരി ഡോക്ടർ, താങ്ക് യു. ശരി രേഖ വാ. ഈ മരുന്നുണ്ടോ?
അമ്മേ രേഖ മാഡം പാല്. എനിക്ക് വേണ്ട. രേഖയ്ക്ക് ഇതെന്തു പറ്റി? അതമ്മേ വേറൊന്നുമല്ല, രേഖയുടെ ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയി. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അത് റിപ്പയർ ചെയ്ത് വാങ്ങണമെന്നും പറഞ്ഞിരുന്നു. എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഞാനാണെങ്കിൽ ഈ തിരക്കിനിടയിൽ മറന്നും പോയി. അതെന്താണെന്ന് വെച്ചാൽ വേഗം ശരിയാക്കി കൊടുക്ക്, അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങിക്കൊടുക്ക്. ഇല്ലെങ്കിൽ അത് മതി ഇവിടെ കോലാഹലം ഉണ്ടാകാൻ. പുതിയത് വേണ്ട, അത് തന്നെ വേണമെന്നുള്ള വാശിയില്ല രേഖ. അതിലെന്തോ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോ തന്നെ ഉണ്ടായ അനുഭവം അത്ര നല്ലതല്ലോ. അവളുടെ രൂപവും ഭാവവും കണ്ടപ്പോ തന്നെ എന്തോ ഒരു ഭയം. ശ്രീലക്ഷ്മി ഈ കുടുംബത്തിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചല്ലോ ഒരാളാണ് ഞാൻ. അവളെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നതും ഈ ഞാൻ തന്നെയാ. ഓഫീസിലെ വലിയ മാഡം, ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അങ്ങനെ വീട്ടിലെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ നീ അടക്കി ഭരിച്ചോ. ആ ഫോൺ ഒന്ന് റിപ്പയർ ചെയ്ത് കിട്ടേണ്ട സമയം, ആ സമയദൈർഘ്യം മാത്രം നിന്റെ ഈ വീട്ടിലെ ആയുസ്. നിന്റെ ഉള്ളിലിരിപ്പും നിന്റെ പുറമെയുള്ള സ്വഭാവം തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ഇവിടെ എല്ലാവരും അറിയുന്നതോടെ നിനക്ക് പതിച്ചു തന്നിരിക്കുന്ന സ്ഥാനമാനങ്ങളും ആടയാഭരണങ്ങളും ഇറക്കി വെക്കേണ്ടി വരും. ഇറക്കി വയ്പ്പിക്കും ഞാൻ. പിന്നെ ബാക്കിയുള്ളത് ഈ രേഖയുടെ സിംഹാസനാരോഹണമാണ്. വർമ്മൻ കുടുംബത്തിലെ മഹാറാണിയായി രേഖയുടെ പട്ടാഭിഷേകം. അത് കാണാനുള്ള യോഗം പോലും നിനക്കുണ്ടാവില്ല ശ്രീലക്ഷ്മി. നോക്കൂ, രാജനന്ദിനി വിലാസം പോലെ അല്ല ഇപ്പോഴത്തെ വീട്. അവിടെ സേഫ്റ്റിക്ക് ഒരു കുറവും ഉണ്ടാവരുത്. ഞാനിത് പറയാൻ കാരണം, രഘു സാറ് ജോഗിങ്ങിന് പോകുന്ന സമയം വരെ ഒരു വണ്ടി ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. എന്നിട്ടും ആ വണ്ടി ഏതാണെന്നോ എന്തിനാണ് അവിടെ പാർക്ക് ചെയ്തെന്നോ നിങ്ങൾ അന്വേഷിച്ചില്ല. രഘു സാറിനെ ആ വണ്ടി ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. ഒടുവിൽ ആരുടെയോ ഭാഗ്യത്തിന് രഘു സാറിന്റെ ജീവൻ തിരിച്ചു കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്തത്. ദാറ്റ്സ് യുവർ മിസ്റ്റേക്ക്. സാറ് പറഞ്ഞ പ്രകാരമല്ലേ ഞാൻ പോയി അമ്മയോട് സംസാരിച്ചത്. അപ്പൊ അമ്മ പറഞ്ഞത് GD എന്ന പക്കാ ക്രിമിനലിന് വേണ്ടി പേടിച്ചോടാൻ ഒരു കാരണവശാലും തയ്യാറല്ല എന്നാണ്. പിന്നെ ആർക്കാണ് ഇത്ര ഭയം? ഭയത്തിന്റെ കാര്യമല്ല സാന്ദ്ര മേഡം. ഞാൻ രവി സാറിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോ അവർക്ക് തോന്നിക്കാണും ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞത് നല്ലൊരു തീരുമാനമായിരിക്കുമെന്ന്. അത്രേ ഉള്ളൂ. അതങ്ങനെ അല്ല രാജാറാം സാർ. ഒരിക്കലും ഒരു ഒളിച്ചോട്ടം രവിസാറും ഗായത്രി അമ്മയും നടത്തില്ല. അതിന് പിന്നിൽ വേറെന്തോ നമ്മൾ അറിയാത്തൊരു രഹസ്യം ഉണ്ടാവണം. സെക്യൂരിറ്റി ഹെഡായ സാറിനും അതറിയില്ലെന്ന് പറഞ്ഞാ എന്ത് രഹസ്യം? അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി. GD
അയാൾ എങ്ങനെ എന്ത് എപ്പ ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആണ് സർ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ പറഞ്ഞതില് ചെറിയൊരു തിരുത്തുണ്ട്. എങ്ങനെ എന്ത് എപ്പോ ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് ജിഡിയുടെ കാര്യത്തിലല്ല രാജാറാം സർ, ശ്രീലക്ഷ്മിയുടെ കാര്യത്തിലാണ്. ശ്രീലക്ഷ്മിയോ? വാട്ട് യു മീൻ? ഐ മീൻ ഇറ്റ് സർ. ആ വീട്ടിൽ ഓരോ ദിവസം കഴിയുന്തോറും അപകടകാരിയാവുന്നത് അപ്രത്യക്ഷത്തിലുള്ള ജിഡി അല്ല, പ്രത്യക്ഷത്തിലുള്ള ശ്രീലക്ഷ്മിയാണ്. രാജനന്ദിനി വിലാസത്തിലെ ആ ഒരു മുറി, ആ ഒരു റൂം ശ്രീലക്ഷ്മിയായിട്ട് കൂട്ടി വായിക്കുമ്പോ there is something wrong. അതൊക്കെ സാന്ദ്ര മേഡത്തിന് തോന്നുന്നതാ. ഒരിക്കലും ശ്രീലക്ഷ്മി മേഡത്തിന്റെ പ്രോബ്ലം കൊണ്ടല്ല ഈ വീട് മാറിയത്. ഞാൻ അങ്ങനെ തറപ്പിച്ച് പറയാൻ കാരണം പുതിയ വീട്ടിലും അതേ റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീലക്ഷ്മി മേഡത്തിന് ആ റൂമുമായി പ്രശ്നമുണ്ടെങ്കിൽ രവി സാർ ഒരിക്കലും അത് ചെയ്യില്ല. രവി സാർ ഓൾറെഡി രാജനന്ദിനി മാഡത്തിന്റെ ഫോട്ടോയും സ്വർണ്ണാഭരണങ്ങളും ആ മുറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രാജനന്ദിനി വിലാസത്തിലെ ആ സീക്രട്ട് റൂമിന്റേതായ ഒരു പ്രശ്നവും വർമ്മൻ വില്ലയിൽ ഉണ്ടാവില്ല എന്നതാണ്. മാത്രമല്ല ശ്രീലക്ഷ്മി മാഡത്തിന് പഴയതുപോലുള്ള ഒരു പ്രശ്നവും ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ഇല്ലായിരിക്കാം, പക്ഷെ രാജാറാം സർ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ ഈ മാറ്റങ്ങൾ മറ്റു പല സംഭവങ്ങൾക്കും തുടക്കമാവും. ഒന്നുകിൽ മുന്നിലെ ശക്തി ജിഡിയെ പ്രതിരോധിക്കാൻ എല്ലാവരും ആ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ പിന്നിലെ അജ്ഞാത ശക്തി അവരെ ആ വീട്ടിലേക്ക് എത്തിച്ചു. ഞാനീ പറഞ്ഞതിൽ ആദ്യത്തേതാണെങ്കിൽ നോ പ്രോബ്ലം, ബട്ട് ഇഫ് ഇറ്റ്സ് ദ സെക്കൻഡ് വൺ, ബി മോർ കെയർഫുൾ. കണ്ടതിലോ കേട്ടതിലോ അനുഭവിച്ചതിലോ കൂടുതൽ എന്തോ വരാനിരിക്കുന്നത് പോലെ എന്റെ മനസ്സ് പറയുന്നു രാജാറാം സർ. ഇത് ഞാൻ എപ്പോഴാ എഴുതിയത്? എത്ര ആലോചിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ശരിക്കും ഞാനിത് എന്തിനാ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? ഈ ഡയറിയിൽ ഞാൻ എഴുതുന്ന ഓരോ വാക്കും അക്ഷരം പ്രതി സത്യമാണ്. ഇതെന്റെ ഭൂതകാലത്തിനും ഭാവി ജീവിതത്തിനും ഇടയിലുണ്ടായ ഞാൻ അറിഞ്ഞ സത്യങ്ങളാണ്. ഇത് ഞാൻ എന്നോട് തന്നെ പറയുന്ന നഗ്ന സത്യം. എന്റെ പഴയ ജീവിതത്തിനും നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനും ഇടയിലുണ്ടായ പരിഹരിക്കാനാവാത്ത ചില പ്രശ്നങ്ങൾ. ഇന്നത്തെ അഷ്ടമി ദിവസം ഞാൻ മനസ്സിലാക്കുന്ന ഈ സത്യങ്ങളാണ് ഇനി അങ്ങോട്ട് എന്റെ സുരക്ഷയും ഭാവിയും. ഓരോ മനുഷ്യജന്മത്തിനും ഒരു കാരണവും ലക്ഷ്യവുമുണ്ട്. ആ കാരണത്തിന് പിന്നിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കും ലക്ഷ്യത്തിലേക്കെത്താൻ കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും. ഇപ്പോൾ നീ അറിയേണ്ടതും അതാണ്. ശരിക്കും നീ ആരാണ്? നിന്റെ ജന്മകാരണം എന്താണ്? നിന്റെ ജന്മത്തിന് രവിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ശ്രീലക്ഷ്മി. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളെ ഇപ്പോഴേ മനസ്സിലാക്കി അതിനെതിരെ പോരാടി വിജയത്തിലെത്തണം. രാജനന്ദിനിക്ക് സംഭവിച്ചതും എനിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളോ? അതെന്താ? ഇപ്പൊ ശ്രീലക്ഷ്മിക്കുണ്ടായ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഡയറി. ഈ ഡയറി വായിച്ചു കഴിയുമ്പോൾ മനസ്സിലുള്ള അവ്യക്തതകൾ എല്ലാം വ്യക്തമായി നിന്റെ മുന്നിൽ തെളിയും.
എന്നെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിട്ടവരെ നിന്നിലൂടെ വേണം കണ്ടെത്താൻ. എന്നിട്ട് അവരുടെ മുഖം മൂടി വലിച്ചു കീറി പൊതുസമൂഹത്തിൽ വിചാരണ ചെയ്യണം. എൻ്റെ ബന്ധുക്കളോട്, എന്നെ അറിയാവുന്നവരോട്, അതിനെല്ലാം അപ്പുറം എൻ്റെ രവിയോട് സംഭവിച്ച സത്യാവസ്ഥകളെല്ലാം എന്നെ പ്രതിനിധീകരിച്ച് നീ പറയണം. പക്ഷേ അതിലേക്കുള്ള അന്വേഷണങ്ങൾക്കിടയിൽ എന്നെപ്പോലെ നീയും കൊല ചെയ്യപ്പെട്ടേക്കാം. ആ വാ നമുക്ക് പോവാം. സിബി, ആ ലൈറ്റ് ഒന്ന് റെഡിയാക്കാം. മാഡം എവിടെ നിന്നാ മതി, ഞാൻ എന്റെ മൊബൈലിൽ പോസ്റ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടോളൂ. സാന്ദ്ര മാഡം ഇരിക്കണം. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. ഫോട്ടോഷൂട്ട് ഗംഭീരമായി. അല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സാന്ദ്ര മാഡം എന്തെങ്കിലും ഒരു കാര്യം ഏറ്റാൽ 100% പെർഫെക്ഷൻ ഗ്യാരണ്ടി അല്ലേ? മതി രാജാറാം സർ, എന്നെ ഏൽപ്പിച്ചിരുന്ന ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അതെന്തെങ്കിലും ആവട്ടെ. മാഡത്തിന്റെ ഈ ക്യാബിനിലേക്ക് ഇപ്പോ ഉള്ള വിസിറ്റ് എന്തായാലും ഒഫീഷ്യലി അല്ല. മാഡത്തിന് എന്നോട് എന്തോ പറയാനുണ്ട്. ആം ഐ റൈറ്റ്? റൈറ്റ് രാജാറാം സർ. ഇന്ന് നമ്മുടെ ഈ ഓഫീസില് വിചിത്രമായൊരു അപ്പോയിന്റ്മെന്റ് നടന്നു. സാർ അറിഞ്ഞായിരുന്നോ? വിചിത്രമായ അപ്പോയിന്റ്മെന്റോ? യെസ്. വർമ്മൻ കമ്പനി എന്ന ഈ മൾട്ടിനാഷണൽ കമ്പനി ഒരു അന്ധന് ജോലി കൊടുത്തിരിക്കുന്നു. ഇവിടെ എന്നല്ല, ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഇതൊക്കെ നടക്കുമെന്ന പല സ്റ്റാഫുകളുടെയും സംശയം. അതില് മാഡം പറയുന്നത്ര വിചിത്രമായ സംഭവങ്ങളൊന്നുമില്ല. രവി സാറിന്റെ സഹായിക്കാനുള്ള മനസ്സ്, അത്രേ ഉള്ളൂ. സഹായിക്കാനുള്ള മനസ്സോ അതോ പ്രായച്ചിത്തം ചെയ്യാനുള്ള മനസ്സോ? കൃഷ്ണയ്ക്കും ദീപുവിനും ജോലി കൊടുത്തത് സർ നേരത്തെ പറഞ്ഞ നല്ല മനസ്സ്. പക്ഷേ ത്രിവിക്രമന്റെ കാര്യത്തില് സംഗതി അതല്ലല്ലോ. സാന്ദ്ര മാഡം എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറഞ്ഞത് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് രാജാറാം സാറിന് മനസ്സിലായിട്ടുണ്ട്. ഒരിക്കലും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നെ മാഡം വിളിച്ചു എന്ന് പറഞ്ഞു. എന്താ മാഡം കാര്യം? പറയാം സാന്ദ്ര. കുറച്ച് കാര്യങ്ങൾ സാന്ദ്രയോട് പറയണം. പക്ഷെ അത് ഇവിടെ വെച്ചല്ല, വീട്ടിൽ വെച്ച്, വർമ്മൻ വില്ലയിൽ വെച്ച്. വർമ്മൻ വില്ലയിൽ വെച്ചോ? അതെ, വർമ്മൻ വില്ലയിൽ വെച്ച് തന്നെ. സാന്ദ്രയെ വീട്ടിലേക്ക് ക്ഷണിക്കാനാ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ. ഇവളെന്തിനാ ഇപ്പൊ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? ഇവരുടെ വീട്ടിൽ ചെന്ന് നിന്നപ്പോഴൊക്കെ ഇൻസൾട്ട് ചെയ്ത് വിട്ടിട്ടേയുള്ളൂ. ഇത്ര സ്നേഹത്തോടെ അങ്ങോട്ട് എന്നെ ക്ഷണിക്കുന്നെങ്കിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് തീർച്ചയാ. നോ സാൻഡ്ര, ഇവളുടെ വാക്ക് കേട്ട് കുരുക്കുകളിൽ ചെന്ന് ചാടരുത് നീ. എന്താ സാന്ദ്ര, വീട്ടിലേക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും കാരണം ആലോചിക്കുകയാണോ? ഓ, ഞാൻ ക്ഷണിച്ചത് എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ആണോ എന്ന് സാന്ദ്രയ്ക്ക് സംശയം അല്ലേ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ദുരുദ്ദേശം തന്നെയാ. അത് പക്ഷെ സാന്ദ്രയ്ക്ക് പ്രശ്നമാവുന്ന കാര്യമൊന്നും അല്ല, ഗുണം ഉണ്ടാവാൻ പോകുന്ന കാര്യം തന്നെയാ. മാഡം,
രാജനന്ദിനി സാരീസിന്റെ മോഡലായി അഭിനയിച്ച മാഡം അല്ലേ? ദേ, ഇത് മാഡം അല്ലേ? അതെ, ഞാൻ തന്നെയാ. സാർ, രവിചന്ദ്രവർമ്മ സാറല്ലേ? സാറിനെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മാഡത്തിന്റെ പേരാണോ രാജനന്ദിനി? അതെ. സത്യം പറഞ്ഞ ഞാൻ സാരിയൊന്നും എടുക്കുന്ന ആളല്ല. പക്ഷെ മാഡത്തിന്റെ ആട് കണ്ട ശേഷമാണ് ഞാൻ സാരി എടുക്കാൻ തീരുമാനിച്ചത്. സർ, ഒരു മിനിറ്റ്. സത്യം പറയാലോ സർ, രാജനന്ദിനി എന്ന പേര് പോലെ തന്നെ ഒരു രാജപ്രൗഢിയുണ്ട് എല്ലാ ഡിസൈനിലും. എല്ലാം രാജനന്ദിനി മാഡത്തിന്റെ സെലക്ഷൻ ആയിരിക്കും അല്ലേ? രഘുവിന്റെ സെക്കൻഡ് പ്രൊഡിക്ഷൻ തെറ്റിപ്പോയി. മദർലോ വിളിക്കുന്നതിന് മുൻപ് സാന്ദ്രയെ ഞാനാ വീട്ടിലേക്ക് വിളിച്ചത്. അത് നന്നായി രേഖ. താൻ ഇങ്ങോട്ട് ക്ഷണിച്ചത് സാന്ദ്രയ്ക്കും വളരെ സർപ്രൈസ് ആയി കാണും അല്ലേ സാന്ദ്ര? അതെ സർ. സാന്ദ്രയെ വിളിച്ചു വരുത്തി ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കേണ്ടത് എന്റെ ആവശ്യമാണല്ലോ. രഘു, പുതിയ വീട്ടിലെ അറേഞ്ച്മെന്റ്സ് ഒക്കെ സാന്ദ്രയെ കാണിക്കുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഇന്റീരിയറിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ സാന്ദ്ര അത് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കും. ഷീസ് വെരി ടാലന്റഡ് ഇൻ ദാറ്റ്. താൻ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? അതെ, ഞാൻ തന്നെയാ. എന്റെ അസിസ്റ്റന്റിന്റെ ടാലന്റിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രഘു വേണമെങ്കിൽ നോക്കിക്കോ, ഇവിടെ നടക്കാൻ പോകുന്ന നല്ല ചേഞ്ചസ് സാന്ദ്ര തന്നെ നടത്തി തരും. അല്ലേ സാന്ദ്ര? ഓ ഗുഡ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. രഘു ആദ്യം എന്റെ ഫോണിങ് എടുക്ക്. അതിന് ഫോൺ റിപ്പയർ ചെയ്ത് കിട്ടിയില്ലല്ലോ. എന്താ രഘു ഇത്? ഞാൻ പറഞ്ഞതല്ലേ ഫോൺ എനിക്ക് അത്യാവശ്യമായിട്ട് വേണമെന്ന്. എടോ, ഫോൺ റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും, അതല്ലേ? രഘുവിന് പറ്റില്ലെങ്കിൽ അത് പറയും, ഞാൻ പോയി റിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. വെറുതെ മനുഷ്യനെ. എന്റെ പൊന്നു രേഖ, താൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. രഘു കൂടുതലൊന്നും പറയണ്ട. തുടങ്ങിയോ രണ്ടാളും കൊച്ചുകുട്ടികളെ പോലെ? ഒരു ഫോണിന് വേണ്ടി ഇത്രയും ആർഗ്യുമെന്റിന്റെ ആവശ്യം എന്താ രേഖ? അങ്ങനെ പറഞ്ഞു കൊടുക്കമേ. എന്തിനാ ആ ഫോൺ തന്നെ വേണമെന്ന് രേഖ വാശി പിടിക്കുന്നത്? എന്താ അതിലുള്ളത്? മാത്രല്ലോ, അത് പുതിയ പ്രോജക്ട്സിന്റെ ഡേറ്റാസ് മുഴുവൻ ആ ഫോണിലാ. ഇനി അതൊക്കെ വീണ്ടും ആദ്യം മുതൽ ചെയ്താ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ടാ. പറ്റും. ശ്രീലക്ഷ്മി മാഡത്തെക്കുറിച്ച് രേഖ മാഡത്തിന് അറിയാത്തത് കൊണ്ടാ ഈ സംശയം തന്നെ ഉണ്ടാവാൻ കാരണം. മാഡം പറയുന്ന പോലെ ഒരുപാട് ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ അല്ല അവര്. പിന്നെ ബ്രദറിലോയെ പോലെ സമാധാനത്തിന് വേണ്ടി അവിടെ പോയി ഇരിക്കുന്നു എന്നാണോ സാന്ദ്ര പറഞ്ഞു വരുന്നത്? അതോ അതിനകത്ത് അവൾ ഉല്ലാസയാത്ര പോവാണോ ഇടയ്ക്കിടയ്ക്ക്? ഈ വീട്ടിൽ ആരും അറിയാതെ അവൾ അകത്തേക്ക് കയറി പോകുന്നതും വരുന്നതും ഞാൻ കണ്ടു. അതാണ് ഞാൻ നേരത്തെ സാക്ഷി എന്ന് പറഞ്ഞത്. മാഡം ഈ പറയുന്നത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇതിവിടെ ആരെങ്കിലും വിശ്വസിക്കോ? പ്രത്യേകിച്ചും മാഡം പറയുമ്പോ. വിശ്വസിക്കും. പറയാനല്ല ഞാൻ പോകുന്നത്, കാണിക്കാനാ. കാണുന്നതിനപ്പുറം ഒരു തെളിവില്ലെന്നല്ലേ പറയുന്നത്? മാഡം എന്താ കാണിക്കാൻ പോകുന്നത്? എല്ലാം കൂടി ഒരുമിച്ച് ഞാനങ്ങ് പറഞ്ഞു തീർത്താ കാണുന്നൊരു സുഖം പോയില്ലേ സാന്ദ്ര? ഇപ്പൊ സാന്ദ്രയ്ക്കുള്ള സംശയം ഞാൻ തീർക്കുന്നൊരു ദിവസം വരും. അന്ന് എല്ലാവരോടൊപ്പം സാന്ദ്ര ഉണ്ടാവണം, അത് കണ്ട് കൈയടിക്കാൻ. അന്ന് പൊളി ശ്രീലക്ഷ്മിയുടെ സഞ്ചാര കഥ. മാഡം ഈ പറയുന്നത് സ്വന്തം അനിയത്തിയായി കണ്ട് സ്നേഹിക്കേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ചാ.
എന്തെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. നോ കോംപ്രമൈസ്. എന്താ ഞാൻ പറയുന്നതൊക്കെ കേട്ട് സാന്ദ്ര ഞെട്ടിന്ന് തോന്നുന്നു. ഞെട്ടലൊന്നും അല്ല മാഡം. മാഡം ചെയ്യാൻ പോകുന്നത് ശരിയല്ല എന്ന എന്റെ തിരിച്ചറിവ്. ശ്രീലക്ഷ്മി മാഡത്തെ രവി സാറിനെ കൊണ്ട് കെട്ടിക്കാൻ മുന്നിൽ നിന്ന ആളാണ് രേഖ മാഡം. പെട്ടെന്ന് ഇത്രയും ശത്രുത തോന്നാൻ അത്ര വലിയ കാരണങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പൊ ഈ ചെയ്യുന്നതൊക്കെ ശരിയല്ലെന്നാ എന്റെ പക്ഷം. സാന്ദ്ര കണ്ടിട്ടില്ല, ശരിയാണ്. എനിക്കൊപ്പോൾ ഒരു ശത്രുവൊന്നും അല്ല ശ്രീലക്ഷ്മി. ആവശ്യമില്ലാത്ത പരിഗണന കൊടുത്ത് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച എന്റെ അമ്മായിയമ്മ അടക്കം പ്രതികളാണ് അവളുടെ കേസില്. ഏത് മരുന്നും ആവശ്യത്തിന് ഇഞ്ചക്ട് ചെയ്യാവൂ. കൂടിപ്പോയ പ്രശ്നമാണ് സാന്ദ്ര. ഇന്നലെ കയറി വന്ന അവൾക്ക് എന്റെ തലയ്ക്ക് മുകളിൽ ഒരു സിംഹാസനം ഇട്ടുകൊടുത്തു. അതവളെ എളുപ്പമായി കണ്ട് അവിടെ കയറിങ്ങിയിരുന്നു. ആ സിംഹാസനം എന്റെ തലയ്ക്ക് മുകളിലായതുകൊണ്ട് എനിക്ക് അവളെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് വിടാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സാന്ദ്രയുടെ അടുത്ത് പറയുന്നത് സാന്ദ്ര എന്റെ ഭയങ്കര ഫ്രണ്ട് ആയതുകൊണ്ടൊന്നുമല്ല, അഭിപ്രായം അറിയാനുമല്ല. ഇനി അഥവാ സാന്ദ്രയ്ക്ക് ഇത് ശ്രീലക്ഷ്മിയോട് പറയണമെന്ന് തോന്നിയ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്നെ. അപ്പൊ ഗുഡ് നൈറ്റ് സാന്ദ്ര. അതെ, രാത്രിയിൽ ഈ വീടിന്റെ അകത്തും പരിസരത്തും കറങ്ങി നടക്കുമ്പോ വളരെ സൂക്ഷിക്കണം. മാടനും മർദ്ദയൊക്കെ ഈ വീട്ടിൽ തന്നെയുണ്ട്. അവരുടെ വരുത്തുപോക്ക് സമയത്ത് വഴിയിലൊന്നും സാന്ദ്ര കയറി നിന്നേക്കരുത്. മർദ്ദ ഇറങ്ങുന്ന സമയമായിട്ടുണ്ട്. സാന്ദ്രയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരെ നേരിട്ട് കാണാം. ഈ ത്രിവിക്രമൻ സാഹസികമായി പിടിച്ചിരിക്കുന്നു. കള്ളൻ? അതെ, എന്റെ ഒരു ഊഹം വെച്ച് നല്ല പൊക്കമുള്ള ഒരുത്തനാ. എന്നെ പറ്റിച്ച് കടക്കാൻ അവനൊരു ശ്രമം നടത്തി. ഞാൻ ആരാ മോൻ? എന്നിട്ട് എവിടെ? അവിടെ ആ റൂമിൽ പൂട്ടിയിട്ടിരിക്കുക. ഹലോ സാൻഡ്ര മാഡം, എങ്ങനെയുണ്ട് ഈ ത്രിവിക്രമന്റെ സന്ദർഭോചിതമായ പ്രവൃത്തി? കാഴ്ചയും കണ്ടോണ്ട് നിൽക്കാതെ പോയി കറണ്ട് ശരിയാക്കണം. ശരി മാഡം. വരൂ.
ഓഫീസിലേക്ക് പോ. കമാ. രാജാറാം, come to my cabin. താൻ എന്തൊക്കെയാ ചെയ്യുന്നത് ശ്രീലക്ഷ്മി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ അർദ്ധരാത്രിയിൽ താൻ എന്തിനാ ഓഫീസിൽ വന്നത്? അത് ഒറ്റയ്ക്ക്? സർ, അത് ഞാനൊരു ഫയൽ നോക്കി. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് ശ്രീലക്ഷ്മി. എന്ത് ഫയല്? എന്ത് ഫയലാ താനീ തിരയുന്നത്? നേരം വൈകി രാത്രി തന്നെ ഫയല് വായിച്ചിട്ട് താൻ എന്ത് ചെയ്യാൻ പോവാ? ഉച്ചക്ക് റെസ്റ്റോറന്റിൽ പോകാൻ തുടങ്ങിയപ്പോഴുള്ള ഫയൽ അന്വേഷണം ഇത്. സോറി സർ. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ഫയലാണെങ്കിൽ അത് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പോരായിരുന്നോ? ഈ രാത്രിയിൽ ഇങ്ങോട്ട് വരണമായിരുന്നോ? ആരോടും പറയാതെ ഒറ്റയ്ക്കിറങ്ങി എന്തെങ്കിലും സംഭവിച്ചാലോ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ ഫയൽ ഞാൻ എടുപ്പിച്ചു തരുമായിരുന്നല്ലോ. താൻ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീലക്ഷ്മി. സോറി സർ. ഡോണ്ട് അപ്പോളജൈസ് എനിമോർ. എന്നിട്ട് ഫയൽ എവിടെ കിട്ടിയോ? വാ വന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. കമോൺ. അമ്മ ഒന്ന് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങായിരുന്നു. എന്തായാലും മോളും ഇന്ന് ഫ്രീ ആണല്ലോ. അമ്മയോടൊപ്പം ക്ഷേത്രത്തിലേക്ക് വരുന്നോ മോള്? ജോത്സ്യര് പറഞ്ഞ ശാന്തി മുഹൂർത്തത്തിന് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. ക്ഷേത്രത്തിൽ അമ്മ പ്രത്യേക വഴിപാടുകൾ നേർന്നിട്ടുണ്ട്. അയ്യോ അമ്മ, എനിക്ക് ഞാൻ ലീവാണെങ്കിലും ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് ശരി, അപ്പൊ പിന്നെ മോളുടെ ജോലികൾ നടക്കട്ടെ. അമ്മ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ അമ്മ പോയിട്ട് വരാം. ശരി മോളെ. അമ്മേ. എന്താ മോളെ? അമ്മയൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു മുഖവരയുടെയോ അനുവാദത്തിന്റെയോ ആവശ്യമുണ്ടോ? എന്തായാലും മോൾക്ക് അമ്മയോട് ചോദിക്കാം. സരോജത്തിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മോൾ ഇങ്ങനെ ചോദിക്കുവോ? ഇല്ലല്ലോ. അയ്യോ അമ്മ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചല്ല. ഞാനത് ചോദിച്ചാ അമ്മയ്ക്ക് ചിലപ്പോ എന്നോട് ദേഷ്യം വരുമോ എന്ന് ഭയന്നാ ഞാൻ. എന്തിനാ ദേഷ്യം വരുന്നേ? മോള് ധൈര്യമായിട്ട് ചോദിച്ചോ. അമ്മേ, അത് എനിക്ക് ചോദിക്കാനുള്ളത് രാജനന്ദിനെ കുറിച്ചാ. രാജനന്ദിനെ കുറിച്ചോ? അയ്യോ അമ്മേ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നൊന്നുമില്ല. ആദ്യമായി രാജനന്ദിനി ഇന്ന് കേട്ടപ്പോ മുതല് ഉള്ളൊരു ആഗ്രഹമാണ്. എനിക്ക് രാജനന്ദിനി എങ്ങനെയായിരുന്നു എന്ന് കാണാനൊരാഗ്രഹം, അത്രേ ഉള്ളൂ. എന്തു പറ്റി മോളെ പെട്ടെന്ന് ഇങ്ങനൊരു തോന്നൽ? അല്ലമ്മേ, ഫോട്ടോഷൂട്ടിന് ശേഷം എല്ലാവരും എന്നെ കാണാൻ രാജനന്ദിനി പോലുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞു.
അമ്മയെ അതേ അഭിപ്രായം എന്നോട് പറഞ്ഞപ്പോ എനിക്ക് രാജനാഥിനിയുടെ ഫോട്ടോസ് വല്ലതും ഉണ്ടെങ്കിൽ കാണണമെന്നൊരാഗ്രഹം. ഞാനുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് എന്താണ്, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി. പഴയ ഫോട്ടോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് കാണാന്ന് കരുതിയാ അമ്മയോട് ചോദിച്ചത്. മോളുടെ ആഗ്രഹം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കാഴ്ചയിൽ പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ സാദൃശ്യമൊന്നുമില്ല. പക്ഷേ അന്ന് ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നി. അതെന്താണെന്ന് എനിക്കറിയില്ല. അതൊക്കെ കേൾക്കുമ്പോ മോൾക്ക് അങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ്. അമ്മ അതിനെതിര് പറയുന്നുമില്ല. പക്ഷേ രാജനന്ദിനെ കാണാൻ എങ്ങനെയായിരുന്നു എന്നറിയണമെങ്കിൽ ആ റൂം തുറക്കണം ശ്രീലക്ഷ്മി. മോൾക്ക് കാര്യങ്ങളെല്ലാം നന്നായി അറിയാവുന്നതല്ലേ? ആ മുറി തുറക്കാനുള്ള അനുവാദം എനിക്ക് പോലും രവി തന്നിട്ടില്ല. അമ്മേ, റൂമൊന്നും തുറക്കണ്ട. അല്ല, അമ്മയുടെ കയ്യിൽ പഴയ ഫോട്ടോ വല്ലതും ഉണ്ടോന്ന് അറിയാൻ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ കയ്യിൽ ഫോട്ടോ ഒന്നും ഇല്ല മോളെ. കാരണം ഞങ്ങൾ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ അതൊക്കെ. അതുകൊണ്ടാ ഫോട്ടോയും ആഭരണങ്ങളും കല്യാണസാരിയും അടക്കം അവനോട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞത്. ഞങ്ങൾ മറക്കാൻ ശ്രമിച്ചപ്പോ അവന്റെ ഓരോ പ്രശ്നങ്ങളിൽ അവൻ അതിൽ ആശ്വാസം കണ്ടെത്തി. ഇപ്പോ മോള് വന്നതിന് ശേഷം പോലും അവനെ ഞാൻ വിലക്കിയിട്ടില്ല. നഷ്ടപ്പെട്ടത് ഇനി ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും അത് വലിയൊരു നഷ്ടം തന്നെയല്ലേ മോളെ? അന്നാ മുറിയിൽ മോൾക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നു കയറിയിരുന്നെങ്കിൽ ഇവിടെ എന്ത് നടക്കുമായിരുന്നു എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റുമായിരുന്നില്ല. രാജനന്ദിനെക്കുറിച്ച് എന്തറിയാനും ആ മുറി തന്നെ തുറക്കണം. എങ്കിൽ വേണ്ടമ്മേ, സാരില്ല. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി ആ മുറിയുടെ പേരിൽ സാറിനെ വിഷമിപ്പിക്കണ്ട. അതാ മോളെ നല്ല തീരുമാനം. മോൾക്ക് വിഷമാവൂന്ന് കരുതി ഞാൻ പറഞ്ഞില്ലാന്നേ ഉള്ളൂ.